എടാ ഫ്രാങ്ക്ലിന്, എന്തൊക്കെ പറഞ്ഞാലും ഇത് നൈസ് വണ്ടിയാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോവാനേ നല്ല രസാ. ആടി, ഇത് പിന്നെ ഓടിക്കാനും നല്ല രസാ. പണ്ട് പബ്ജി കളിച്ചതൊക്കെ ഓർമ്മ വരാ. കാരണം പബ്ജിയിലുണ്ടായിരുന്നു ഈ സെയിം കാറല്ല ബഗ്ഗി. ഞാൻ ഈ വണ്ടി പബ്ജിയിൽ കുറെ ഓടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ കണ്ടില്ലേ, ഈ വണ്ടിയിൽ ചാടണ ഫീച്ചർ ഉണ്ട് കേട്ടാ. നമുക്ക് നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റും. നമുക്ക് മതിൽ ചാടി പോവാം. അതിപ്പോ ഏതായാലും നല്ലതാ. എടാ ഫ്രാങ്ക്ലിന്, മതി ചാടിയത്. ഇനി ചാടിയാലേ ഞാൻ തെറിച്ചു പോവും. ഈ വണ്ടിയിൽ പിന്നെ സീറ്റ് ബെൽറ്റ് പോലില്ല. ആ, അത് ശരിയാണ്. അല്ലെങ്കിലും ബഗ്ഗിക്ക് ചെയ്യുന്ന സീറ്റ് ബെൽറ്റ് അതിന്റെ ആവശ്യമില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ ഒരു കേജ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആ കേജിന്റെ ഉള്ളില് എന്തോ ഉണ്ട് ട്ടാ. എടി, നീ വല്ലതും ശ്രദ്ധിച്ചാ? അതെ, നീ വണ്ടി ചാടിക്കില്ലേ? ഇങ്ങനെ ചാടിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണാ. ഒരു മിനിറ്റ്. എടാ ഫ്രാങ്ക്ലിന്, അതിന്റെ അകത്ത് എന്തൊരു സാധനം ഉണ്ട്. അതെന്ത് സംഭവം? എനിക്ക് മനസ്സിലായില്ല. അതിന്നെയാ, ഇതെന്ത് സംഭവം? വല്ല പ്ലെയിൻ്റെ എഞ്ചിനാണോ? കണ്ടിട്ട് ഏതൊരു പ്ലെയിൻ്റെ എഞ്ചിൻ പോലെ തോന്നുന്നുണ്ട്. ഏയ് അല്ലല്ല, ഇവിടെ സൈഡിൽ എന്തോ ഉണ്ടല്ലോ. ഈ സാധനം പിന്നെ എയറിലാ നിക്കണേ. ഇത് ഫ്ലൈയിങ് ബൈക്കാണോ? ആടാ ഫ്രാങ്ക്ലിന്, ഇത് ഫ്ലൈയിങ് ബൈക്കാ. ആ, ഇപ്പഴെനിക്ക് മനസ്സിലായേ. നമ്മുടെ രോഹിത് അണ്ണനെ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഫ്ലൈയിങ് ബൈക്ക് ഒക്കെ വന്നു. അത് ശരി, അപ്പോ അതാണ് സംഭവം. ഇതപ്പോ ഒരു ഫ്ലൈയിങ് ബൈക്കാ. അല്ല, ഇതെങ്ങനെയാ പുറത്തേക്ക് എടുക്കുക? ഇതൊരു കേജിനകത്തുള്ളേ. ഈ കേജ് എങ്ങനെ അൺലോക്ക് ചെയ്യാ? ഇതിന്റെ താക്കോലൊന്നും എൻ്റെ കയ്യിലില്ല. എടാ ഫ്രാങ്ക്ലിന്, ഒരു കാര്യം ചെയ്യ്. നിന്റെ കയ്യില് RPG ഇല്ലേ? ആ RPG എടുത്ത് വിട്. അന്നേരം ഈ കേജ് പൊളിഞ്ഞോളും. പിന്നെ നമുക്ക് ആ ബൈക്ക് എടുക്കാം. ആ, ബെസ്റ്റ്. എടി വാഴേ, RPG വിട്ട് കഴിഞ്ഞാ ആ ബൈക്ക് പൊട്ടിത്തെറിക്കില്ലേ? RPG നല്ല പവർ ഉണ്ട്. ഈ ബൈക്കിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ കേജ് അപ്പോൾ എങ്ങനെ അൺലോക്ക് ചെയ്യാ? ഒരു മിനിറ്റ്, എനിക്കിവിടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അയ് ശരി, അപ്പൊ ഇതാണ് സംഭവം. ഈ കേജ് അൺലോക്ക് ചെയ്യാനേ നമുക്ക് കുറച്ച് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ അത് അൺലോക്ക് ആവുള്ളൂ. ആദ്യത്തെ ടാസ്ക് ഇതാ, സ്റ്റീൽ സോമൻസ് മെക്ലറൻ. രണ്ടാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. രണ്ടാമത്തെ ടാസ്ക് സിമ്പിളാ. പക്ഷെ ആദ്യത്തെ ടാസ്ക് ഇച്ചിരി സീനാ. നമുക്ക് ഒരു മെക്ലറിന്റെ കാർ അടിച്ചു മാറ്റണം. അതും നമ്മുടെ കൂട്ടുകാരന്റെ സോമന്റെ കാറ്. വേറെ ആരുടെങ്കിലും കാറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സോമന്റെ കാറിനെ വേണമായിരുന്നാ. സോമൻ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോമന്റെ കാർ ഇപ്പോൾ നമുക്ക് അടിച്ചു മാറ്റണം. എടാ ഫ്രാങ്ക്ലിന്, അതിപ്പോ കുഴപ്പമില്ല. നമുക്ക് ആദ്യം പോയിട്ടേ സോമന്റെ കാർ അടിച്ചു മാറ്റാ. അന്നേരം ഈ ടാസ്ക് കംപ്ലീറ്റ് ആവും. ടാസ്ക് കംപ്ലീറ്റ് പിന്നെ കുഴപ്പമില്ല. ആ കാറില്ലേ തിരിച്ച് സോമന് കൊടുക്കാം. അതിലിപ്പോ എന്താ പ്രശ്നം? ആ, അത് നല്ലൊരു ഐഡിയ. ആ ടാസ്ക് കംപ്ലീറ്റ് ആയ പിന്നെ ആ കാറിന്റെ ആവശ്യമില്ല. അന്നേരം സോമനെ തിരിച്ചു കൊടുക്കാം. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ പോയിട്ടേ സോമന്റെ കാർ അടിച്ചു മാറ്റാം. അതിൽ പിന്നെ വേറെ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാ. എടി, നീ ആ ടാസ്ക് ചെയ്. ആണോ? ഗൈസ്, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യാ. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനൊത്ത ഫിഗർ അല്ലേ, പച്ചമാങ്ങ പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ. ഇതെന്തത്? സോമൻ എന്താ പറ്റിയേ? അവിടെ ഡാൻസ് കളിക്കാണല്ലോ. ചിലപ്പോൾ പുതിയ വണ്ടി മേടിച്ചതിൻ്റെ സന്തോഷമാവും. എന്തെങ്കിലും ആവട്ടെ. അവൻ്റെ വണ്ടി പക്ഷേ കുറച്ച് നേരത്തേക്ക് ഞാൻ എടുക്കാൻ പോവാ. അവൻ്റെ വണ്ടി മിക്കവാറും ഗ്യാരേജിലിടാവേ. സോമൻ്റെ കയ്യിൽ വേറെ വണ്ടികളും ഉണ്ട് കേട്ടാ. ഇന്നോവ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. നമുക്ക് പക്ഷേ അതൊന്നും വേണ്ട. നമുക്കിത് ഈ കാണുന്ന മെക്ലാറിനെ വേണ്ടേ. എന്നാലും സോമന് എവിടെ നിന്നാവോ ഇത്രയും അധികം കാശ് കിട്ടിയേ? എന്തിട്ടായാലും കുഴപ്പമില്ല. തൽക്കാലം ഈ കാറും കടിച്ചു മാറ്റാം. എടി, വന്ന് ഈ വണ്ടിയിൽ കയറ്. എടാ ഫ്രാങ്ക്ലിന്, ഈ വണ്ടിയും നൈസാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഇത് പക്ഷേ നമ്മുടെ സ്വന്തം വണ്ടിയിലല്ലോ, സോമന്റെ വണ്ടിയല്ലേ. കുറച്ച് കഴിഞ്ഞ് അവന് തിരിച്ചു കൊടുക്കണം. എടി, അതിനിപ്പോ എന്താ?
നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ, ഒരു പുതിയ കാറങ്ങ് മേടിക്കാം. ആ ടാസ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞ കാരണ അതിൽ സോമന്റെ വണ്ടീനെ അടിച്ചു മാറ്റണമെന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേ. ഇല്ലായിരുന്നെങ്കിൽ ഒരു പുതിയ കാറങ്ങ് മേടിച്ചേനെ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ആ ബൈക്കാണ് വേണ്ടേ. എടാ ഫ്രാങ്ക്ലിനെ, ഇത് നോക്കിയേ, ആ ബൈക്ക് അൺലോക്കായി. അതിനി എങ്ങനെ ഓടിക്കുക? ആ, ഇതൊക്കെ നമുക്ക് ഓടിക്കാം. ഇത് ഓടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. എന്തുട്ടായാലും സംഭവം നൈസ് ആയിട്ടാ. അതെ, നീ കേറണില്ലേ? ഞാനിപ്പോ അവിടെ ഇരിക്കുക. എഞ്ചിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? ഇത് സിംഗിൾ സീറ്ററാ. അതെ, ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് ഓടിച്ചിട്ട് പോയോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കാം. ആണോ? എന്നാ ശരി, ഞാനിപ്പോൾ ആദ്യം ഓടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നീ ഓടിച്ചോ. ഓ, ഇത് ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏട്ടാ. നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, അതൊന്നും വലിയ വിഷയമല്ല. എന്തുട്ടായാലും ഇത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് പ്ലെയിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ബൈക്ക് തന്നെ മതി. ഈ ബൈക്കിൽ എന്തുട്ടടിക്കുക? പെട്രോളോ ഡീസലാ? അതെന്താന്ന് എനിക്കറിയില്ല കേട്ടാ. ആ, ഇതിൽ പിന്നെ കുറച്ച് ഫ്യൂല് ബാക്കിയുണ്ട്. അവൾക്ക് ഓടിക്കാൻ പറ്റണാവോ? ആ, അവൾക്ക് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഫ്യൂല് കഴിഞ്ഞ പിന്നെ അവൾക്ക് ഓടിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, തൽക്കാലത്തേക്ക് ഇത്രയും മതി. നമുക്കിനി ഈ ബൈക്ക് ഇവിടെ അടിയിൽ പതുക്കെ ലാൻഡ് ചെയ്യാം. ഇനി കുറച്ചു നേരം അവൾ ഓടിക്കട്ടെ. അവൾക്ക് ഇത് ഓടിക്കാൻ അറിയോ? ആ, എന്നാലും കൊടുത്തു നോക്കാം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓടിച്ചോളാം. ഇതെങ്ങനെ ഓടിക്കുക? എങ്ങനെ ഓടിക്കണ്ടേന്ന് എനിക്കറിയില്ല ഏട്ടാ. എന്നാലും നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ, എടി, നീ എന്തൊരു കാണിക്കണേ? എന്നെ ഡിഫൻഡർമേ കൊണ്ട് ഇടിച്ചല്ലോ. അയ്യോ, സോറി ഫ്രാങ്ക്ലിനെ, അറിയാണ്ട് പറ്റിപ്പോയതാ. ആ, എന്തെങ്കിലും ആവട്ടെ. എന്തുട്ടായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഈ നാട് വിട്ട് പോയാലോ? ഈ ബൈക്ക് എടുത്ത് മുങ്ങിയാലോ? അയ്യോ, ഈ ബൈക്കിൽ പിന്നെ ഫ്യൂലില്ല. ഇതിലൊന്നിട്ട് അടിക്കുക, പെട്രോളാ ഡീസലാ? ആ, എന്താണാവോ? എന്നിട്ടായാലും ഓടിക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് തോന്നിയ പോലെ എങ്ങോട്ടെങ്കിലും പറക്കാം. ഇനിയിപ്പോ പ്ലെയിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, ഇതിപ്പോ എന്താണ്ടായേ? ഇതിന്റെ ഫ്യൂല് തീർന്നല്ലോ, എനിക്ക് കൺട്രോൾ കിട്ടണില്ല. അയ്യോ!